ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, കൂടെ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്വാതന്ത്ര്യമുള്ള രാജ്യത്തിൻ്റെ മാധ്യമ പ്രവർത്തകരും. കഴിഞ്ഞ ദിവസം നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ച് ഒരു ചോദ്യം ഉയർന്നു. മിസ്റ്റർ മോദി, ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രരായ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി നൽകിക്കൂടെയെന്ന്. പക്ഷേ തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ, ക്യാമറകൾക്ക് മുന്നിൽ മുഖം നൽകാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നടന്നു നീങ്ങി. ഇന്ത്യയിൽ ഇത് പതിവ് കാഴ്ചയായിരിക്കാം, പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. മെയ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യൂറോപ്പ് സന്ദർശനം. നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഹഗർസ്റ്റോറുമായി സംയുക്ത വാർത്താക്കുറിപ്പ് ഇറക്കിയ ശേഷം മടങ്ങിയായിരുന്നു മോദി. അപ്പോഴാണ് നോർവീജിയൻ പത്രത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയായ ഹെല്ല ലിങ് ഒരു ചോദ്യം ഉന്നയിച്ചത്. വെറുമൊരു ചോദ്യമായിരുന്നില്ല അത്. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ ലോകത്ത് 1-ാം സ്ഥാനത്താണ്. ഇന്ത്യ ആകട്ടെ 150-ന് മുകളിലും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ എന്തുകൊണ്ടാണ് ഒരു പ്രസ് കോൺഫറൻസ് പോലും നടത്താത്തത് എന്ന അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ചോദ്യമാണ് അവിടെ മുഴങ്ങിയത്. പക്ഷേ കഥ അവിടെ തീർന്നില്ല. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിന് തൊട്ടുപിന്നാലെ ചോദ്യം ചോദിച്ച ഹെല്ല ലിങ്ങിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ അക്കൗണ്ടുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അവ സസ്പെൻഡ് ചെയ്യപ്പെട്ടു. ഔദ്യോഗികമായി ചോദ്യം ചോദിച്ച ഒരു വിദേശ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ ഇന്ത്യയിലെ ഭരണപക്ഷ അനുകൂല സൈബർ വിങ്ങുകളിൽ നിന്ന് അതിരൂക്ഷമായ അക്രമമാണ് ഉണ്ടായത്. ഒരു ചോദ്യം ചോദിച്ചാൽ അക്കൗണ്ടുകൾ ഇല്ലാതാക്കുന്ന ഡിജിറ്റൽ സെൻസർഷിപ്പ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലേക്കും വ്യാപിപ്പിക്കുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ